നമസ്കാരം. നമ്മളെല്ലാം കുചേല ദിനമായി ആചരിക്കുന്ന ഭഗവാന് അവൾ നിവേദിക്കുന്ന ദിനമാണ് ഡിസംബർ 20. അതായത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. അന്ന് നമ്മളും കുചേലനെ പോലെ ഭഗവാനോടുള്ള ഭക്തി മാത്രം മനസ്സിൽ നിറച്ച്, പ്രേമം മാത്രം അഥവാ സ്നേഹം മാത്രം മനസ്സിൽ നിറച്ച്, നിറഞ്ഞ ഭക്തിയോടെ വേണം അവൽക്കിഴി സമർപ്പിക്കാൻ. ആ ഭഗവാന് മുന്നിൽ സർവവും സമർപ്പിച്ച് കീഴടങ്ങണം. ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കണം. അന്ന് നാരായണീയത്തിലെ 87ാമത്തെ ദശകമായ കുചേലോപാഖ്യാനം ചൊല്ലുന്നത് വളരെ നന്ന്. അത് നമ്മുടെ ചാനലിലുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതും ചൊല്ലാൻ സാധിക്കാത്തവർ അത് കേൾക്കുക. കൂടാതെ അതിലെ പ്രധാനപ്പെട്ട ഈ 2 ശ്ലോകങ്ങൾ ചൊല്ലുക. ഒന്നാമത്തെ ശ്ലോകം: ആശ്ചര്യകരമായ ദ്വാരകാപുരിയിലെത്തിയ കുചേലൻ രുക്മിണിയുടെ ഭവനത്തിലേക്ക് എത്തിയപ്പോൾ കുണ്ഠതകളില്ലാത്ത ഇടം, ആകുലതകളില്ലാത്ത ഇടമായ വൈകുണ്ഠത്തിലേക്ക് എത്തിയതുപോലെ പരമാനന്ദം അനുഭവിച്ചു. കൂടാതെ ഭഗവാൻ കുചേലനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് സ്വീകരിച്ചപ്പോൾ ഉണ്ടായ അനുഭൂതി പറയാൻ പോലും സാധിക്കില്ല. നമ്മളെയും അതുപോലെ മാറോട് ചേർക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും കുചേലനെ പോലെ ഗുരുവായൂരിൽ ചെന്ന് ഭഗവാനെ ദർശിക്കാം. അല്ലെങ്കിൽ നമ്മുടെ തട്ടകത്തുള്ള കൃഷ്ണനെ ദർശിക്കാം. സമസ്താപരാധം ക്ഷമസ്വ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ചൊല്ലേണ്ട ശ്ലോകം: ഗതോയമാശ്ചര്യമയീം ഭവത്പുരീം ഗൃഹേഷു ശൈബ്യാ ഭവനം സമേയിവാൻ പ്രവിശ്യ വൈകുണ്ഠമിവാപനിർവൃതിം തവാദി സംഭാവനയാതു കിം പുനഃ. നാണക്കേട് കാരണം താൻ കൊണ്ടുവന്ന മുഷിഞ്ഞു വിയർത്ത അവൽക്കിഴി നൽകാൻ മടിച്ചു നിന്ന കുചേലനിൽ നിന്ന് ഭഗവാൻ അത് തട്ടിപ്പറിച്ചു ഒരു പിടി വാരിക്കഴിച്ചു. 2ാമത്തെ പിടി വാരാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി ഭഗവതിയായ രുക്മിണീ ദേവി സംഭ്രമത്തോടെ അടുത്തു വന്ന് തടഞ്ഞു. കാരണം 1ാമത്തെ പിടി വാരി കഴിച്ചപ്പോൾ തന്നെ ഐശ്വര്യലക്ഷ്മി കുചേലനെ കടാക്ഷിച്ചു. ഇനിയും വാരിക്കഴിച്ചാൽ ലക്ഷ്മി ഭഗവതി കുചേലനോടൊപ്പം വസിക്കും എന്ന് രുക്മിണി ദേവിക്ക് അറിയാമായിരുന്നു. കുചേലൻ്റേതുപോലെ നമ്മുടെ അവൽക്കിഴിയും സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് അവൽക്കിഴി സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. എന്നിട്ട് ഈ ശ്ലോകം ചൊല്ലാം: ത്രപാജുഷോസ്മാത് പൃഥുകം ബലാദധ പ്രഗൃഹ്യ മുഷ്ടൗ സഹൃദാശിതേ ത്വയാ കൃതം കൃതം ന്വന്വിയതേതി സംഭ്രമാദ്രമ കിലോപേത്യ കരം രുരോധതേ. കുചേല ദിനത്തിൽ നാരായണീയത്തിലെ 87ാം ദശകമായ കുചേലോപാഖ്യാനം പാരായണം ചെയ്യുകയും ആ ദശകത്തിലെ 2 ശ്ലോകങ്ങളും ചൊല്ലുകയും ചെയ്തുകൊണ്ട് നിറഞ്ഞ ഭക്തിയോടെ ഭഗവാനു മുന്നിൽ സർവവും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മളെയും ഭഗവാന്റെ മാറോട് ചേർത്ത് അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.